പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് ലെസൺസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് അവർക്കും സ്വാഗതം. ഫോക്കസ് ഏരിയയിൽ വരുന്ന +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള റൈസ് എന്ന പോയം ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചെയ്തത്. പോയം രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെമ്മനം ചാക്കോ നെല്ല് എന്ന തൻ്റെ മലയാള കവിതയിലൂടെ കേരള സമൂഹത്തിലുണ്ടായ കർഷകർക്കിടയിലെ ഒരു ചുവടുമാറ്റം, അത് കേരളത്തിലുണ്ടാക്കിയ വൻ നഷ്ടം ഒക്കെയാണ് പരിഹാസ രൂപേണ ഇവിടെ പറയുന്നത്. 1968 എന്ന് പറയുമ്പോൾ അത്രയും വർഷം കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഈ ഒരു പോയം ഇന്നും 50 വർഷത്തോളമായിട്ടും വളരെ ലൈവാണ് ഈ വിഷയത്തിൻ്റെ, ഈ ടോപ്പിക്കിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉൾപ്പെടുത്തിയത് വളരെ ആപ്റ്റാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും താല്പര്യപ്പെടുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് വഴി ലഭിക്കണമെന്നുള്ളവർ 9947969110 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്കൂൾ നെയിം, ജില്ല എന്നിവ അയച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. യൂട്യൂബ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് നീങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഈ പോയത്തിലെ പെർസോണ അല്ലെങ്കിൽ സ്പീക്കർ ഓഫ് ദിസ് പോയം കംസ് ബാക്ക് ഹോം ആഫ്റ്റർ ഹിസ് 4-year റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ. 4 വർഷത്തെ ഗവേഷണ പഠനത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കേരളീയ ഭക്ഷണം, ഊണ് കഴിക്കണമെന്നുള്ള അതിയായ മോഹത്തോടു കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. വരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷകൾ, നാട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും, നാട്ടിൽ പ്ലാന്റിങ് സീസൺ ആയിരിക്കും, അപ്പോൾ എന്തൊക്കെയായിരിക്കും, അച്ഛൻ എന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പരിസര പ്രദേശം എന്തൊക്കെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആ സ്വപ്നങ്ങൾ ആണോ യാഥാർത്ഥ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് ബസ് പോകുന്ന റോഡിലേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ എനിക്ക് വേണ്ടി ബസ് അവിടെ നിർത്തി. When I left this place, palm-thatched houses could be seen in the distance on the right, but now there is nothing except for trees. How the place has changed. അങ്ങനെ ബസ് വന്ന് നിർത്തി. അപ്പോൾ പറയണത്, ഞാനിവിടെ നിന്നും പോകുമ്പോൾ ഇവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഓല മേഞ്ഞ വീടുകളായിരുന്നു ഉണ്ടായത്, ചെറിയ ചെറിയ കൂരകൾ. ഇൻ ദ ഡിസ്റ്റൻസ് ഓൺ ദ റൈറ്റ്, ബസ് ഇറങ്ങി റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിദൂരമായിട്ട് ദൂര സ്ഥലത്തുള്ള വീടുകൾ പോലും ചെറിയ ചെറിയ വീടുകളായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. ബട്ട് നൗ ദർ ഇസ് നത്തിങ്. ഇപ്പോൾ നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല. എക്സെപ്റ്റ് ഫോർ ട്രീസ്. ആ ദൂരക്കാഴ്ചകളെല്ലാം മറച്ചുകൊണ്ട് നിറച്ച് മരങ്ങൾ തലപൊക്കി നിൽക്കുന്നു. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. 4 വർഷം കൊണ്ട് എത്രയാണ് സ്ഥലം മാറിപ്പോയത്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ height stand in rows around me on the ridge where Modan and Vellaran used to be sown and confuse my path as I walk home. നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമെന്ന് പറയട്ടെ, നെൽകൃഷിയുടെ സ്വപ്നങ്ങൾ കണ്ടുവരുന്ന അദ്ദേഹം കാണുന്നത് റബ്ബർ പ്ലാന്റ്സ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതാണ്. റബ്ബർ മരങ്ങൾ അവനേക്കാളും ഇരട്ടി ഉയരത്തിൽ. അതുകൊണ്ട് തന്നെ ദൂരത്തുള്ള ഈ വീടുകളുടെ ചെറിയ ചെറിയ വീടുകൾ ഒന്നും ദൂരക്കാഴ്ചകളെല്ലാം മറഞ്ഞു. പാടത്ത് കൂടി നോക്കുമ്പോൾ നമുക്ക് എത്ര ദൂരത്തുള്ള കാഴ്ചകളും കാണാം, കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കാഴ്ചകളും കാണാം. നൗ സ്റ്റാൻഡ് ഇൻ റോസ്, വരികളായി നിൽക്കുന്നു റബ്ബർ മരങ്ങൾ. ഞാൻ റോസ് അറൗണ്ട് മീ ഓൺ ദ റിഡ്ജ്, ഇങ്ങനെ മൺതിട്ടകളിങ്ങനെ ഉയർത്തി ഇങ്ങനെ നീളത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് അതിന്മേൽ ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കും, ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും റബ്ബർ മരങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള മരങ്ങളാണ് എനിക്ക് ചുറ്റും. ഞാൻ ആ വഴിയിലോട്ട് വീടിൻ്റെ വഴിയിലേക്ക് കയറിയപ്പോൾ വേർ മൊഡാൻ ആൻഡ് വെള്ളാരൻ യൂസ്ഡ് ടു ബി സോൺ. ഞാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ മൊഡാൻ ആൻഡ് വെള്ളാരൻ, അതിക്കിര എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അരി വിഭാഗങ്ങളാണ്, വ്യത്യസ്ത പേരുകളിലുള്ള അരികളാണ്. അതൊക്കെയായിരുന്നു അവിടങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. യൂസ്ഡ് ടു ബി സോൺ, സോവ്ഡ് അല്ലെങ്കിൽ സോവ്ഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടിരുന്നത്. ആൻഡ് കൺഫ്യൂസ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി പോലും ആകെ കൺഫ്യൂഷൻ ആവുന്നു. ദർ ഈസ് നോ ബസിൽ ഓഫ് മെൻ ബിലോ. ഇപ്പോൾ പാടത്ത് വളരെ ഹറിബറിയായിട്ട് ജോലി ചെയ്യുന്ന ജോലിക്കാരെയൊന്നും കാണുന്നില്ല. നോ ഷൗട്ട്സ് ഓഫ് പ്ലവിങ്. എന്നും
പ്ലവിങ് എന്ന് പറയുന്നത്, ഉഴുതുമറിക്കുക എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. അതിൻ്റെ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. ആൻഡ് വെൻ ഐ ലുക്ക് ദ ഹോൾ ഫീൽഡ് ഈസ് പ്ലാൻഡ് ഓവർ വിത്ത് അരേക്കനട്ട് പാംസ്. ആ ഫീൽഡ് മുഴുവൻ അടക്കമരം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ആൻഡ് ഇൻ ദ കോർണർ, ഒരു ഭാഗത്ത് റബ്ബർ മരങ്ങൾ, മറ്റൊരു ഭാഗത്ത് അടക്കമരങ്ങൾ, പിന്നെ ചില ഭാഗത്തോ ആൻഡ് ഇൻ ദ കോർണർ അലോങ് ദ കനാൽ സ്റ്റാൻഡ് ദ ഡീൽവുഡ് ട്രീസ്. കനാലിനോട് ചാരിയിട്ട് ഓരം ചേർന്ന് കുറേ കാറ്റാടി മരത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട മരങ്ങളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എന്തൊരു മാറ്റം! ഐ എൻ്റർ ദ ഹൗസ്. അങ്ങനെ യാഥാർത്ഥ്യങ്ങളാണിപ്പോൾ, നാട്ടിലെത്തിയപ്പോഴുള്ള റിയാലിറ്റീസാണ്. നേരത്തെ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇനി എന്താണ്? ഐ എൻ്റർ ദ ഹൗസ് ബിയോണ്ട് ദ സദേൺ വിങ്. മൈ ഫാദർ ഈസ് വാച്ചിങ് ദം ഫിക്സ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. ഹൗ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സദേൺ വിങ്ങിൽ, സദേൺ പാർട്ടിലായിട്ട് എൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അവിടെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ ഫിക്സ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ഹൗ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ അച്ഛൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഹാപ്പി ആയിട്ടുള്ള മുഖം. മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്. വളരെ അഭിമാനത്തോടു കൂടി, വളരെ ഒരു മറയും കൂടാതെ വളരെ അഭിമാനത്തോടു കൂടി അച്ഛൻ പറയണത്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ആൾ ദ റൈസ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. മോനെ, നമ്മൾ നെൽകൃഷിയൊക്കെ നിർത്തി. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത ജോലിയാണ്. ഇറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഇപ്പോഴത്തെ കൃഷി വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെൽകൃഷി എന്ന് പറയുന്നത്. ദ ഫാമർ ഗെയിൻഡ് നത്തിങ്. പിന്നെ അത് മാത്രമല്ല, കർഷകൻ ഒരു മെച്ചമല്ല. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട്, ഗെയിൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് വിഡ്ഢികളെ എന്ത് ചെയ്യുള്ളൂ? നെൽകൃഷിയിലേക്ക് തിരിയുള്ളൂ. ദിസ് ഈസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പണം കൊണ്ടുവരുന്ന കൃഷികളാണ്. നല്ല സമയമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. പീരിയഡ് ഓഫ് പ്രോസ്പെരിറ്റി, ഹാപ്പിനെസ്. ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. പിന്നെ അത് മാത്രമല്ല, പാഡി ഫീൽഡ് ഇല്ലാത്ത ആളുകൾക്ക്, നെൽകൃഷി നെൽപ്പാടമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സർക്കാർ അരി സൗജന്യമായി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി നെൽകൃഷി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ വളരെ ബിറ്ററായിട്ടുള്ള സാറ്ററിക് റിമാർക്കാണത്. ഈ സംവിധാനത്തെ, സിസ്റ്റത്തെ പരിഹസിക്കുകയാണ് ചെമ്മനം ചാക്കോ ഇവിടെ ചെയ്യുന്നത്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. നേരത്തെ ലിറ്റിൽ ബ്രദറിനെ മനസ്സിൽ കണ്ടിരുന്ന സ്വപ്നം എന്തായിരുന്നു? ഞാൻ നരേറ്റർ അല്ലെങ്കിൽ ഇവിടെയുള്ള പേഴ്സോണ, ഈ പോയത്തിലെ സ്പീക്കർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അനിയൻ അമ്മയോട് ഉച്ചത്തിൽ വിളിച്ചു പറയും, ചേട്ടൻ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ റിയാലിറ്റി എന്താണ്? ബ്രദർ എന്താ ചെയ്യുന്നത്? മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. എന്നെ കാണാൻ വേണ്ടി ഓടി വരുന്നു എൻ്റെ ബ്രദർ. ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അതിക്കിര റൈസ്. ഞാനാണെങ്കിലോ വീട്ടിൽ ചെന്നിട്ട് വേണം അതിരിക്കിര റൈസ് കൊണ്ടുണ്ടാക്കിയ ഊണ് വയറ് നിറച്ച് കഴിക്കാൻ. അങ്ങനെ ആർത്തി പൂണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവനോ ഹീസ് ക്യാരിയിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. ഈ വീട്ടിലേക്ക് മുഴുവനുള്ള റേഷൻ കടയിൽ പോയി വാങ്ങിച്ചു വരികയാണ്. ആ വരുന്ന വഴിയിൽ എന്നെ കണ്ട ആവേശത്തിൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ആൾ ഓവർ ദ യാർഡ്. എന്നെ കണ്ട ആവേശത്തിൽ ഓടി വന്നപ്പോൾ ഹി ട്രിപ്സ് ഓവർ സംതിങ്, എന്തുമേലോ തട്ടി, സ്റ്റംബിൾഡ്, തട്ടിത്തടഞ്ഞ് വീണു. കയ്യിലുണ്ടായിരുന്ന റേഷൻ ഗോതമ്പായിരുന്നു. ആ യാർഡിൽ, ആ മുറ്റത്താകെ സ്പ്രെഡ് ചെയ്തു, പരന്ന് പുറത്തേക്ക് പോയി. അതോടുകൂടി റേഷൻ, ആ പീരീഡിലേക്കുള്ള റേഷനും നഷ്ടപ്പെട്ടു. ആ സെക്കൻഡിൽ എബവ് അസ് എ ഷിപ്പ് ഓഫ് ദ സ്കൈ റോസ് നോർത്ത് വേർഡ്സ് ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. The chief minister is off like an arrow to the center to clamor for more grains. Now flying high above the cash crops, now growing tall like the trees, since no one here promotes the farming of rice. ആ സെക്കൻഡിൽ എൻ്റെ മുകളിലൂടെ ഷിപ്പ് ഓഫ് ദ സ്കൈ റോസ് നോർത്ത് വേർഡ്സ്, നോർത്തേൺ ഡയറക്ഷനിൽ, കേരളത്തിൽ നിന്നുകൊണ്ട് നോർത്തേൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഡൽഹി ഭാഗത്തേക്ക്, കേന്ദ്രത്തിലേക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഷിപ്പ് ഓഫ് ദ സ്കൈ. എന്താ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആകാശത്തുകൂടി പോകുന്ന ഷിപ്പ് പറഞ്ഞാൽ എന്താ? വിമാനം. ഒരു വിമാനം, വിമാനത്തിൻ്റെ ശബ്ദം നല്ല
ഉച്ചത്തിൽ നല്ല ശബ്ദത്തിൽ കേൾക്കാം വിമാനത്തിൻ്റെ ശബ്ദം. അത് നോർത്തേൺ സൈഡിലേക്ക് ആ സെക്കൻഡിൽ അങ്ങ് ഉയർന്ന് പൊങ്ങിപ്പോയി. ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. എൻ്റെ അനിയൻ വീണ് അവിടെ കടന്ന് കരയുന്നുണ്ട്. ആ കരയുന്ന ശബ്ദം പോലും ആ വിമാനത്തിൻ്റെ ശബ്ദത്തിൽ മുങ്ങിപ്പോയി. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. എന്താണ് വിമാനം പുറപ്പെടാൻ കാരണം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെൻറ്ററിലേക്ക്, സെൻറ്റർ സി ക്യാപിറ്റൽ ലെറ്ററാണ് ഇവിടെ. സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് ചീഫ് മിനിസ്റ്റർ ഒരു ആരോ തൊടുത്ത് വിടുന്ന പോലെ വിമാനം ഇവിടുന്ന് തൊടുത്ത് വിടുന്നു, അതിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡൽഹിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് വിമാനത്തിൽ പോകുന്നത്. ഇവിടെ വളരെ പഞ്ചൻ്റായിട്ടുള്ള സാറ്റയറാണ് ഈ വരികളെല്ലാം. എന്തിനാണ് പോകുന്നത്? ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്, കൂടുതൽ അരി കിട്ടാൻ വേണ്ടിയിട്ട്. ടു ഡിമാൻഡ് മോർ ഗ്രെയിൻസ്. 1968 എഴുതപ്പെട്ടൊരു പോയം ഇന്നും എത്രത്തോളം റെലവൻ്റാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ട് വേണം എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് കിട്ടാൻ. ഒരു ലോറി സമരം നടന്നാൽ മതി, ഒരു കൊറോണ വന്നാൽ മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു യാത്രാ പ്രതിബന്ധങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മളുടെ സ്റ്റേറ്റിൽ നിന്ന് ചെറിയൊരു ഉപരോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ പട്ടിണിയിലേക്ക് പോകാൻ വെറും ദിവസങ്ങൾ മതി. ഇത് 1968 പോയിട്ട് ചെമ്മനം ചാക്കോ മുന്നിൽ കണ്ടു. അന്നുള്ള അവസ്ഥ, വരാൻ പോകുന്ന അവസ്ഥയെ പ്രവചിക്കുന്ന ഒരു പ്രൊഫറ്റിക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വരികൾ. ഇന്നും ഇതുപോലെ കേരള സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ കേന്ദ്രത്തോട് കൂടുതൽ റേഷൻ അരിയും മറ്റ് സംവിധാനങ്ങളും വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ നമ്മൾ വായിക്കാറുണ്ട്. ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ് നൗ ഫ്ലൈയിങ് ഹൈ എബവ് ദ ക്യാഷ് ക്രോപ്സ്. അങ്ങനെ ആ ക്യാഷ് ക്രോപ്സിന് മുകളിലൂടെ ഉയർന്ന് പൊങ്ങി പറന്നു എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സും ഉണ്ട്. ക്യാഷ് ക്രോപ്സ് പറഞ്ഞാൽ ആ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പണം മാത്രമാണ്, ഭക്ഷണം അല്ലെങ്കിൽ അതൊന്നും കിട്ടില്ല. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളുടെ കൃഷിയാണ്. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന മറ്റു കൃഷികൾ. അപ്പോൾ ഇവിടെ ക്യാഷ് ക്രോപ്സിൻ്റെ മുകളിലൂടെ നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ്, വലിയ മരങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ക്യാഷ് ക്രോപ്സിൻ്റെ മുകളിലൂടെയാണ് അത് പറന്നു പോയത് എന്ന് പറഞ്ഞാൽ അതിവിടെ അടിവരട്ട് പോയിട്ട് പറയുന്നത് മറ്റൊരു സാറ്റയറാണ്, മറ്റൊരു പരിഹാസമാണ്, ആക്ഷേപഹാസ്യമാണ്. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ് സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ഇന്നിവിടെ ആരും നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്നിവിടെ ആരും ഇല്ല എന്ന് അന്നാണ് പരിഭവിക്കുന്നത്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. ഇദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നെൽകൃഷി നടക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ നരേറ്റർ, ഈ ഒരു പോയത്തിലെ സ്പീക്കർ ഉമിയിൽ നിന്ന് ടോയ്സ് ഉണ്ടാക്കി മൂല്യവർദ്ധിത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി ഉമിക്ക് പുതിയൊരു മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിനാണ് ഉത്തരേന്ത്യയിലേക്ക് പോയത്. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ ഉമി പോയിട്ട് നെൽകൃഷി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭൂമി മൊത്തം കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ദാരുണമായ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം അവസാനം ചോദിക്കണം, ഒരു കുറിക്ക് കൊള്ളുന്ന ചോദ്യമാണ് എന്ത്? കേന്ദ്രത്തോട് അരി മാത്രം ചോദിച്ചാൽ പോരാ, അല്പം ഉമി കൂടി ആവശ്യപ്പെടണം. കാരണം ഞാൻ ഗവേഷണം ചെയ്തു വന്നിട്ട് എനിക്ക് എൻ്റെ ഗവേഷണത്തിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉമി ഉപയോഗിച്ചിട്ടുള്ള ടോയ്സാണ്. അപ്പോൾ ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു, കുറച്ച് ഉമി കൂടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചുകൂടെ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. അറിയില്ല, കിട്ടുമോ ഇല്ലേ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാസ വാക്കോട് കൂടിയാണ് പോയം ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ ഈ പോയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ലൂസിഡായിട്ടുള്ള ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ, വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലുള്ള ഒരു പോയമാണ്. മലയാളത്തിൽ എഴുതിയൊരു പോയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ലൈക്ക് ഒരു പ്രോസ് പോയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഓർഡിനറി ലാംഗ്വേജിലുള്ള അവതരണമാണ്. പ്രത്യേകിച്ച് ഒരു ഫോം കീപ്പ് ചെയ്യുന്നില്ല. 4 വരികളുണ്ട്, 6 വരി അല്ലെങ്കിൽ 2 വരി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാൻസുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്രത്യേകിച്ച് റൈം സ്കീമൊന്നും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ പോയത്തിനെ കുറിച്ച് ബേസിക്കായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും താല്പര്യപ്പെടുന്നു. താങ്ക്